5 മാസം കിട്ടാണ്ട്. എനിക്കല്ല, എല്ലാ ജനങ്ങൾക്ക് 5 മാസം കാശ് കിട്ടണം. അവർ പറയണേ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ല എന്ന് പറയണേ. കേന്ദ്രത്തിൽ നിന്ന് എന്തിനാണ് കിട്ടണേ? അപ്പോൾ ഈ വിനോദയാത്ര നടത്തിയത് കേന്ദ്രത്തിൻ്റെ കാശാണോ? കേന്ദ്രത്തിൽ നിന്ന് തന്നെ ഉണ്ട്. അത് ഇവർ വിനോദയാത്ര നടത്തുകയല്ല, കേന്ദ്രത്തിൽ നിന്ന് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഇത്തവണ മറിയക്കുട്ടി പിച്ചച്ചട്ടി എടുക്കുകയല്ല, തനിക്ക് അവകാശപ്പെട്ടത് ചോദിച്ച് ഹൈക്കോടതിയിലേക്കാണ് എത്തിയത്. കോടതിയും നിരാശപ്പെടുത്തിയില്ല. മറിയക്കുട്ടിക്കൊപ്പം ഉറച്ചങ്ങ് നിന്നു. ഒരു പ്രതിസന്ധിയും ഇവിടെ പറയണ്ട, മറിയക്കുട്ടിക്ക് പെൻഷൻ കൊടുത്തേ മതിയാകൂവെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാർ അഭിഭാഷകയോട് പറഞ്ഞു. നിങ്ങൾ അനുവദിക്കുമെങ്കിൽ അഭിഭാഷകർക്കിടയിൽ നിന്ന് നിമിഷങ്ങൾ കൊണ്ട് പിരിവെടുത്ത് മറിയക്കുട്ടിക്ക് നൽകാമെന്ന് പോലും കോടതിക്ക് പറയേണ്ടി വന്നു. ഒരു വരുമാനവുമില്ലാത്ത 78 വയസ്സുകാരി എങ്ങനെ ജീവിക്കുമെന്നതായിരുന്നു കോടതി ഉയർത്തിയ ചോദ്യം. നിസ്സാരമായ 1600 രൂപ കൊണ്ടാണ് അവർ മുന്നോട്ടു പോകുന്നത്. മറിയക്കുട്ടി കോടതിക്ക് VIP ആണ്. അവരുടെ ജീവിത പ്രശ്നം ഇവിടെ വലുതാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. സെപ്റ്റംബർ മുതലുള്ള പെൻഷൻ മുടങ്ങിയതിന് 2 കാരണങ്ങളാണ് സർക്കാരിന് പറയാനുണ്ടായിരുന്നത്. 1, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി. 2, കേന്ദ്ര സർക്കാർ പെൻഷൻ വിഹിതം നൽകാത്തത്. എന്തുകൊണ്ട് കേന്ദ്രവിഹിതം മുടങ്ങിയെന്നത് നാളെ തന്നെ കേന്ദ്ര സർക്കാർ അഭിഭാഷകർ കോടതിയെ അറിയിക്കണം. തനിക്ക് മാത്രമല്ല, അർഹതപ്പെട്ട എല്ലാവർക്കും ഉടൻ പെൻഷൻ കിട്ടണമെന്നായിരുന്നു കോടതി നടപടികളോടുള്ള മറിയക്കുട്ടിയുടെ പ്രതികരണം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.